അമ്മ ബാദു. പ്രിയമുള്ളവരെ, ആദ്യമായി എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലും പാലിക്കണമെന്ന് വസിയത്ത് ചെയ്യുന്നു, ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിലുടനീളം അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിക്കാൻ നമുക്കെല്ലാവർക്കും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മളിന്ന് തീരുമാനിച്ച വിഷയം സലഫി ദഅവത്തിൻ്റെ രീതി എന്നതാണ്. ഇൻഷാ അല്ലാഹ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഏതാനും ചില പ്രധാന കാര്യങ്ങൾ ഉണർത്താനാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കൊക്കെ അറിയുന്നത് പോലെ തന്നെ ദഅവത്ത് വളരെ പ്രാധാന്യമുള്ള ഒരു അമലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചെയ്യാൻ വേണ്ടി കൽപ്പിച്ച ഒരു അമലാണ്. ഉദ്ഉ ഇലാ സബീലി റബ്ബിക്. അപ്പോൾ പ്രവാചകരെ, അങ്ങയുടെ റബ്ബിൻ്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുക. അതേപോലെ തന്നെ ബല്ലിഗ് മാ ഉൻസില ഇലൈക മിൻ റബ്ബിക്. താങ്കളുടെ രക്ഷിതാവിൽ നിന്നും ഇറക്കപ്പെട്ട കാര്യത്തെ താങ്കൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുണ്ട്. ദഅവത്തിലൂടെയാണ് മറ്റുള്ളവരിലേക്ക് ഇസ്ലാം എത്തുക, മറ്റുള്ളവർ ദീനിൻ്റെ അഹ്ലുകാരാകുക, മറ്റുള്ളവർ ഹലാല് ഹറാമുകൾ പഠിക്കുക, മറ്റുള്ളവർക്ക് ഇസ്ലാമിൻ്റെ ശരിയായ വഴി കണ്ടെത്താൻ സാധിക്കുക. ദഅവത്തില്ല എങ്കിൽ ഈ പറയപ്പെട്ട കാര്യങ്ങളൊന്നും സാധ്യമാകുകയില്ല. അതുകൊണ്ട് തന്നെ ദഅവത്ത് വലിയൊരു അമലാണ്. ദഅവത്തിനെ പണ്ഡിതന്മാർ കണ്ടത് വ്യത്യസ്ത രീതിയിൽ. ദഅവത്ത് എന്ന കലിമത്തിനെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്, ഭാഷാപരമായും ഇസ്തിലാഹിയായും. ഭാഷാപരമായി ദഅവത്തൻ എന്ന് പറഞ്ഞാൽ ക്ഷണിക്കുക എന്നാണ് അർത്ഥം. ദുആൻ വിളിക്കുക, ദഅവത്തൻ ക്ഷണിക്കുക. ദഅവത്ത് കൊണ്ട് നമ്മുടെ പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ചു തന്നത് കൊണ്ടുള്ള ഉദ്ദേശം നഷ്റുൽ ഇസ്ലാം വ തബ്ലീഗുഹു ഇലന്നാസ്. ഇസ്ലാമിനെ നഷ്ർ ചെയ്യുക, പ്രചരിപ്പിക്കുക. വ തബ്ലീഗുഹു ഇലന്നാസ്, അത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ്. അപ്പോൾ വിശാലമായ അർത്ഥമുള്ള ഒരു സാങ്കേതിക പ്രയോഗമാണ് ദഅവത്ത്. അംറും ബിൽ മഅറൂഫും നഹ്യുൻ അനിൽ മുൻകറും ദഅവത്താണ്. നന്മ കൽപ്പിക്കലും തിന്മ നിരോധിക്കലും ദഅവത്താണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലതഅ്മുർ വല്ലദീ നഫ്സി ബിയദി, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെ സത്യം, ലതഅ്മുറുന്ന ബിൽ മഅറൂഫ് വലതൻഹവുന്ന അനിൽ മുൻകർ, നിങ്ങൾ നന്മ കൽപ്പിക്കുക തന്നെ ചെയ്യണം, തിന്മ നിരോധിക്കുക തന്നെ ചെയ്യണം. ഔ ലയുഷിക്കന്നല്ലാഹു അൻ യബ്അസ അലൈക്കും ഇഖാബൻ മിൻഹു സുമ്മ തദ്ഉനഹു ഫലാ യുസ്തജാബു ലക്കും. അങ്ങനെ നിങ്ങൾ നന്മ കൽപ്പിക്കുകയും തിന്മ നിരോധിക്കുകയും ചെയ്തിട്ടില്ല എങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് ശിക്ഷ ഇറക്കും. പിന്നീട് ആ ശിക്ഷ എടുത്തു കളയാൻ നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അള്ളാഹു നിങ്ങളുടെ ദുആ സ്വീകരിക്കുകയില്ല എന്ന് ഇമാം തിർമിദി ഉദ്ധരിച്ച ഹദീസാണ്. സഹിയാണെന്ന് ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി വിശേഷിപ്പിച്ച ഹദീസാണ്. അപ്പോൾ നന്മ കൽപ്പിക്കലും തിന്മ നിരോധിക്കലും ദഅവത്താണ്. അതേപോലെ തന്നെ സമൂഹത്തിൽ ഉണ്ടാകുന്ന തിന്മകൾക്ക് തടയിടൽ, അതിനെതിരെ ശബ്ദിക്കൽ ദഅവത്താണ്. തഗ്യീർ ചെയ്യൽ, തിന്മകളുടെ കൈപിടിക്കൽ ദഅവത്താണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ റഅ മിൻകും മുൻകറൻ ഫൽയുഗയ്യിർഹു ബിയദിഹി. നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും മുൻകർ കണ്ടാൽ, നിരോധിക്കപ്പെട്ട വെറുക്കപ്പെട്ട വല്ല പ്രവർത്തനങ്ങളോ ആരെങ്കിലും ചെയ്യുന്നതായി കണ്ടാൽ, ഫൽയുഗയ്യിർഹു ബിയദിഹി, അവൻ തൻ്റെ കൈ കൊണ്ട് അതിനെ തടുക്കട്ടെ, തഗ്യീർ ചെയ്യട്ടെ, മാറ്റം വരുത്തട്ടെ, തടഞ്ഞു വെക്കട്ടെ. ഫഇല്ലം യസ്തതി' ഫബിലിസാനി, ഇനി കൈകൊണ്ട് തടയാൻ പറ്റുന്നില്ല എങ്കിൽ, കൈകൊണ്ട് തടഞ്ഞാൽ അവിടെ ഫിത്ന ഉണ്ടാകുമെങ്കിൽ, അവിടെ കുഴപ്പങ്ങൾ ഉണ്ടാകുമെങ്കിൽ, അവനതിന് സാധിക്കുന്നില്ല എങ്കിൽ അവൻ നാവ് കൊണ്ട് തടയട്ടെ, അതിനെ എതിർക്കണം, നാവ് കൊണ്ട് പറയണം. ഫഇല്ലം യസ്തതി', ഇനി അവന് നാവ് കൊണ്ട് പറ്റുന്നില്ല എങ്കിൽ ഫബിഖൽബി, അവന് ഹൃദയം കൊണ്ട് അതിനെ തടുക്കട്ടെ, എന്ന് വെറുക്കട്ടെ. വദാലിക അദ്അഫുൽ ഈമാൻ, ഹൃദയം കൊണ്ട് വെറുക്കുക എന്നുള്ളത് ഈമാൻ്റെ ഏറ്റവും താഴ്ന്ന പടിയാണ്. ഒരു മുൻകറിന് ഹൃദയം കൊണ്ട് വെറുക്കുകയും ചെയ്യണം. അപ്പോൾ ഒരു മുൻകറിനെ കണ്ടാൽ തഗ്യീർ ചെയ്യൽ,
അതിൻ്റെ കൈപിടിക്കൽ, അത് ദഅവത്താണ്. അതിന് ചില ഉസൂലുകളുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ, നീ ഒരു മുൻകറിനെ കണ്ടാൽ ആ മുൻകറിനെ നീ എതിർക്കുമ്പോൾ അതിനേക്കാൾ വലിയൊരു മുൻകർ അവിടെ ഉണ്ടാകുമെങ്കിൽ ആ മുൻകറിനെ എതിർക്കൽ ഹറാമാണ്. കാരണം നീ ഏതൊരു മുൻകറിനെയാണോ ഇല്ലാതാക്കാൻ പോകുന്നത് അതിനേക്കാൾ വലുതവിടെ ഉണ്ടാകാൻ പാടില്ല. ഇനി നീ കണ്ട ഒരു മുൻകറിനെ നീ എതിർക്കുമ്പോൾ തത്തുല്യമായ മറ്റൊരു മുൻകർ അവിടെ ഉണ്ടാകുമെങ്കിൽ ഫിഹി നളർ, നീ ആലോചിക്കണം. എതിർക്കുന്ന വിഷയത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ചിട്ട് വേണം ചെയ്യാൻ. ഇനി നീ കണ്ട മുൻകറിനെ എതിർക്കുമ്പോൾ അതിനേക്കാൾ താഴെയുള്ള വേറൊരു മുൻകർ അവിടെ ഉണ്ടാകുമെങ്കിൽ ഇപ്പോൾ മുസ്തഹബ്, നിനക്ക് എന്ത് ചെയ്യാം, എതിർക്കാം. അങ്ങനെ താഴെയുള്ള അതില്ലാണ്ടാവും, അതിനേക്കാൾ ചെറുതാണ് പിന്നെ ഉണ്ടാകുക. നീ ഒരു മുൻകറിനെ എതിർക്കുമ്പോൾ അത് പൂർണ്ണമായും ഇല്ലാതാക്കാൻ നിനക്ക് പറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഇപ്പോൾ വാജിബ്, നിർബന്ധമാണ്, നീ അതിനെ എതിർക്കണം. ഇത് ദഅവത്തിന്റെ ഭാഗമാണ്, തഗ്യീർ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇസ്ലാഹ് ദഅവത്താണ്. ജനങ്ങളിൽ നന്മയുണ്ടാക്കുക, ജനങ്ങളിൽ നഷ്ടപ്പെട്ടു പോയ നന്മകളെ പുനർജീവിപ്പിക്കുക, നന്മയായ പ്രവർത്തനങ്ങളെ ജനങ്ങൾക്കിടയിൽ പഠിപ്പിച്ചു കൊടുക്കുക, ഇസ്ലാഹി പ്രവർത്തനം, അതും ദഅവത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ ഇസ്ലാമ ബദഅ ഗരീബ, ഇസ്ലാം അത് അപരിചിതമായിട്ടാണ് തുടങ്ങിയത്. വസയഊദു ഗരീബൻ, ഇസ്ലാം എന്ത് ചെയ്യും, ഗരീബായിട്ട് തന്നെ മടങ്ങുകയും ചെയ്യും. ഫതൂബാ ലിൽ ഗുറബ, അതുകൊണ്ട് തന്നെ അപരിചിതർക്ക് മംഗളാശംസകൾ. മറ്റൊരു റിപ്പോർട്ടിലുള്ളത്, സഹാബാക്കൾ ചോദിച്ചു, ഖീല യാ റസൂലല്ലാഹ് മൻഹുമൽ ഗുറബ, ആരാണ് ഗുറബാകൾ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലദീന അസ്ലഹു ഇദാ ഫസദന്നാസ്, ജനങ്ങൾ ഫസാദിലായാൽ അവർക്ക് നന്മയുണ്ടാക്കി കൊടുക്കുന്ന ആൾക്കാരാണ് ഗുറബാകൾ. വേറെ റിപ്പോർട്ടിലുള്ളത്, ഹും ഉലൈകല്ലദീന യുസ്ലിഹൂന മാ അഫ്സദന്നാസു മിൻ സുന്നതി, എൻ്റെ സുന്നത്തിൽ നിന്നും ജനങ്ങൾ ഫസാദാക്കിയ കാര്യങ്ങളെ നന്നാക്കുന്നവരാണ് അവർ എന്ന്. അപ്പോൾ ഇസ്ലാഹി പ്രവർത്തനം ദഅവത്താണ്. അതേപോലെ തന്നെ തജ്ദീദും ദഅവത്താണ്. ഒരു സമൂഹത്തെ ഉദ്ധരിക്കൽ, സമൂഹത്തിൽ ഇറങ്ങിച്ചെന്ന് ദഅവ പ്രവർത്തനങ്ങൾ നടത്തി ഒരു സമൂഹത്തെ ഇസ്ലാമിൻ്റെ വക്താക്കളായി ഉദ്ധരിച്ചു കൊണ്ടുവരൽ, അതും ദഅവത്തിൻ്റെ ഭാഗമാണ്. തജ്ദീദി പ്രവർത്തനമല്ലേ, എന്താ പറയുക, തജ്ദീദിന് പുനരുദ്ധാരണം, നവോത്ഥാനം അല്ല തജ്ദീദ്. ഒരു കൗമിൽ ഇസ്ലാം എല്ലാം ഇല്ലാതായി, ഒന്നുമില്ലാത്തൊരു കൗമിനെ ഇസ്ലാമിൻ്റെ തൗഹീദിലേക്ക്, സുന്നത്തിലേക്ക് ഒരു സമൂഹത്തെ കൈപിടിച്ചു കൊണ്ടുവരൽ, അത് ഓരോ 100 വർഷം കൂടുമ്പോഴും അതിനു വേണ്ട ഒരാളെ അള്ളാഹ് കൊണ്ടുവരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലാഹ യബ്അസു ലിഹാദിഹിൽ ഉമ്മത്തി, ഈ ഉമ്മത്തിന് വേണ്ടി അള്ളാഹു കൊണ്ടുവരും, നിയോഗിക്കും, അലാ റഅസി കുല്ലി മിഅത്തി സന, എല്ലാ വർഷത്തിൻ്റെയും 100 വർഷം കൂടുമ്പോഴും അള്ളാഹു കൊണ്ടുവരും, മയുജദ്ദിദു ലഹാ ദീനഹ, ഈ ഉമ്മത്തിന് അവരുടെ ദീനിനെ പുതുക്കിക്കൊണ്ടാണ്. തജ്ദീദിന് വേണ്ടിയിട്ട് ആളെ കൊണ്ടുവരും. തജ്ദീദിന് ആളെ കൊണ്ടുവരുന്നത് അത് ഒരു നാട്ടിലാകാം, ഒരു വ്യക്തിയാകാം, ഒന്നിൽ കൂടുതൽ ആൾക്കാരാകാം. ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിൻ്റെ പുനരുദ്ധാരണത്തിന് വേണ്ടിയിട്ട് ആൾക്കാരെ നിശ്ചയിക്കും. ദുആത്തുകളെ അള്ളാഹു കൊണ്ടുവരും. ഒരേ കാലഘട്ടത്തിൽ വ്യത്യസ്ത നാടുകളിൽ വ്യത്യസ്ത തരത്തിലുള്ള തജ്ദീദി പ്രവർത്തനങ്ങൾ ഉണ്ടാകാം. ഇതൊക്കെ ഈ ഹദീസിനെ വിശദീകരിച്ചിട്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ദഅവത്തിൻ്റെ വിശാലാർത്ഥമുള്ള ഒരു പ്രയോഗമാണ് ദഅവത്ത്. ദഅവത്ത് ഈ ഉമ്മത്തിൻ്റെ ഉത്തരവാദിത്തമാണ്, വലിയ പ്രാധാന്യമുള്ള ഒരു അമലാണ്. മറ്റ് പ്രവർത്തനങ്ങളിൽ, മറ്റ് ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ദഅവത്ത് വേറിട്ട് നിൽക്കുന്നത് വളരെ പ്രധാനപ്പെട്ട 3 കാരണങ്ങളാലാണ്. ഒന്ന്, ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമലാണ്, ദൗത്യാണ്, റസൂല ചെയ്ത അമലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു പറഞ്ഞു, ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹി അലാ ബസീറ അന വമനിത്തബഅനി. അപ്പോൾ പ്രവാചകൻ അങ്ങ് പറയുക, ഖുൽ ഹാദിഹി സബീലി, ഇത് എൻ്റെ മാർഗമാണ്,
എൻ്റെ മാർഗം എന്തിലുള്ള ഫിദ്ദാവ ദാവത്തിലുള്ള ആദിഹി തരീഖത്തി വ മിൻഹാജി. ചില പണ്ഡിതന്മാർ പറഞ്ഞത് ആദിഹി ദാവത്തി, ഇതാണ് എൻ്റെ ദാവത്ത്. അദ്ഉ ഇലല്ലാഹ്, ഞാൻ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന എൻ്റെ ദാവത്താണിത്, എൻ്റെ മാർഗം ഇതാണ് എന്ന്. അല ബസീറ, യഖീനോടെ ഇൽമോടെ. ഞാൻ മാത്രമാണോ? അന വമനിത്തബാനി, ഞാനും എന്നെ ഫോളോ ചെയ്തവരും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ചെയ്ത ഒരു വലിയ അമലാണ് ദാവത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു റസൂലായി നിയോഗിച്ചത് തന്നെ എന്തിനാണ്? ഈ ദാവത്തിന് വേണ്ടിയിട്ടാണ്, ഇസ്ലാമിനെ ഉമ്മത്തിന് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ സംബന്ധിച്ചിട്ട് അള്ളാഹ് പറഞ്ഞത് അങ്ങനെയല്ലേ? യാ അയ്യുഹർ റസൂലു യാ അയ്യുഹൻ നബിയ്യു ഇന്നാ അർസൽനാക മുബശ്ശിറൻ വനദീറ. വിളിച്ചിട്ട് പറഞ്ഞത് അല്ലാഹ്, ഇന്നാ അർസൽനാക മുബശ്ശിറൻ വനദീറ, ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറ. 5 ഗുണങ്ങളാണ് റസൂലുള്ളാഹിയോട് അല്ലാഹ് പറഞ്ഞത്. യാ അയ്യുഹൻ നബിയ്യു, ഓ നബിയെ, ഇന്നാ അർസൽനാക, താങ്കളെ നാം റസൂലായി നിയോഗിച്ചു, ഷാഹിദൻ, ഷാഹിദായിട്ട്, ഈ ഉമ്മത്തിന്റെ അമലുകൾക്ക് ഷാഹിദാണ്, സാക്ഷിയാണ് റസൂലുള്ളാഹ്. ഖൈറാവട്ടെ ഷർറാവട്ടെ, റസൂലുള്ളാഹ് പഠിപ്പിച്ചതാണെങ്കിൽ ഖൈറാണ്, റസൂലുള്ളാഹ് പഠിപ്പിക്കാത്തതാണെങ്കിൽ ഷർറാണ്. രണ്ടിനും ആരാണ് സാക്ഷി? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സാക്ഷിയാണ്. അതുപോലെ തന്നെ ബഷീറും നദീറുമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിച്ചവർക്ക് സന്തോഷ വാർത്ത, സ്വർഗമുണ്ടെന്ന സന്തോഷ വാർത്ത അറിയിക്കുന്ന ബഷീറാണ്. ധിക്കരിച്ചവർക്ക് നരകമുണ്ടെന്ന താക്കീത് നൽകുന്ന മുന്നറിയിപ്പുകാരനുമാണ്, നദീറുമാണ്. വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി, അള്ളാഹുവിലേക്ക് അള്ളാഹിന്റെ അനുമതി പ്രകാരം ക്ഷണിക്കുന്ന ദായിയുമായിട്ടാണ് താങ്കളെ നാം അയച്ചത് എന്ന് റസൂലുള്ളാഹി പറയാണ്. അങ്ങ് അള്ളാഹുവിന്റെ അനുമതി പ്രകാരം അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന ദായിയാണ്. വസിറാജം മുനീറ, പ്രകാശിക്കുന്ന വിളക്കുമാണ്. ഈ വലിയ ഉത്തരവാദിത്തമാണ് ദഅവത്തിലൂടെ ഒരു ദായി നിർവഹിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലുള്ള വലിയ വലിയ ആൾക്കാരെ ചെയ്ത ഉത്തരവാദിത്തം, നൂഹ് നബിയെ പോലുള്ള, തുടർന്ന് ഇങ്ങോട്ടേക്ക് ഇബ്രാഹിം നബിയെ പോലുള്ള, മൂസ നബിയെ പോലുള്ള, എല്ലാത്തിനും മീതെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്ത വലിയ ഉത്തരവാദിത്തമാണ് ദഅവത്ത്. മറ്റെല്ലാ ഉത്തരവാദിത്തത്തിൻ്റെയും മേലെയാണ് ദഅവത്ത് എന്നതിൻ്റെ ഒരു തെളിവ് ഇതാണ്. ഇത് നിർവഹിച്ച ആൾക്കാർ വലിയ വലിയ ആൾക്കാരാണ്, ലോക്കലല്ല, സാധാരണക്കാരല്ല. ഉന്നത ദർജയും സ്ഥാനവുമുള്ള വലിയ വലിയ ആൾക്കാർ ചെയ്ത അമലാണ് ദഅവത്ത്. രണ്ടാമത്തേത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ദഅവത്തിനെ സംബന്ധിച്ച് പറഞ്ഞത് ഏറ്റവും നല്ല വാക്കാണ്. ഞാൻ ഇങ്ങനെ പറഞ്ഞ പോരെ, ഒരു സംസാരം നസിഹത്തെ ഉദ്ദേശിക്കുന്നുള്ളൂ, നമുക്ക് പെട്ടെന്ന് പോകാനുമുണ്ട്. അതുകൊണ്ട് ദാവത്തുമായി ബന്ധപ്പെട്ടിട്ടും പിന്നെ നമ്മളെ സലഫി ദാവത്ത് എങ്ങനെയാകണം എന്നതിനെ കുറിച്ചൊരു സംസാരം, അതേ ഞാൻ എഴുതി കൊണ്ടുവന്നിട്ടൊന്നുമില്ല. നിങ്ങൾ അത് ഉദ്ദേശിച്ചിട്ട് വന്നതല്ലോ അല്ലേ? ഈ വാർത്തകളൊന്നും എഴുതി കൊണ്ടുവന്നിട്ടില്ല. എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ ഇൻഷാ അല്ലാഹ്. ഏറ്റവും നല്ല വാക്ക് എന്ന് അല്ലാഹ് പറഞ്ഞത് ദായിന്റെ വാക്കിനെ കുറിച്ചാണ്. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നവനേക്കാൾ ഏറ്റവും നല്ല വാക്ക് പറയുന്നവൻ വേറെ ആരുണ്ട്? ഏറ്റവും നല്ല വാക്ക് പറയുന്ന ആളാരാണ്? ദായിയാണ്. ദാവത്തിന്റെ പ്രാധാന്യം അറിയിക്കുന്ന രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ദാവത്ത് എന്ന അമല് മുറിഞ്ഞു പോകാത്ത പ്രതിഫലം കിട്ടുന്ന ഒരു അമലാണ്. ഒരു നന്മ ഒരാൾക്ക് അറിയിച്ചു കൊടുത്താൽ ആ അറിയിക്കപ്പെട്ടവൻ ചെയ്ത കൂലിയും അറിയിച്ചവന് കിട്ടും. അന്തല്ല അലാ ഖൈരിൻ ഫലഹു മിസ്ലു അജ്രി ഫാഇലിഹി, ഒരു ഖൈർ ആർക്കെങ്കിലും അറിയിച്ചു കൊടുത്താൽ ആ ചെയ്തവന്റെ കൂലി അറിയിച്ചവനും കിട്ടും. സുബ്ഹാനല്ലാഹ്. വെറുതെ വേണ്ട, നമ്മളല്ലെങ്കിലേ വീഴ്ച വരുത്തുന്ന ആൾക്കാരാണ്. നമ്മളെല്ലാ അമലുകളും വീഴ്ചയാണ്. നന്മകൾ എത്തിച്ചു കൊടുത്താൽ ആരുടെയൊക്കെ അമൽ നമുക്ക് കിട്ടുന്നത്? ഒരു കാര്യം എത്തിച്ചു കൊടുത്താൽ, അറിയിച്ചു കൊടുത്താൽ വലിയ അമലാണ് ദാവത്ത്. ഈ ഉമ്മത്തിന്റെ വലിയ ഐഡന്റിറ്റി ആയിട്ട് അള്ളാഹു പരിചയപ്പെടുത്തിയത് തന്നെ എന്താണ്? നിങ്ങൾ ദായിമാരാണെന്നുള്ളതാണ്. കുന്തും ഖൈറ ഉമ്മ, സഹാബാക്കൾ ചുറ്റും റസൂൽ അള്ളാഹ് പറയാണ്, കുന്തും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട ഏറ്റവും നല്ല കൗമാണ് നിങ്ങൾ. കുന്തും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ്. എന്താ നിങ്ങളുടെ പ്രത്യേകത? തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ വതുഅ്മിനൂന ബില്ലാഹ്. അങ്ങനെ ആയത്ത് നിങ്ങളുടെ കൂട്ടത്തിൽ ഹാഫിദുകളുണ്ടാ? ഞാൻ ഹാഫിദല്ല. നിങ്ങൾ നന്മ കൽപ്പിക്കുന്നവരാണ്, തിന്മ നിരോധിക്കുന്നവരാണ്, അള്ളാഹുവിൽ അംഗീകരിക്കുകയും ചെയ്യുന്നവരാണ്. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസി തഅ്മുറൂന ബിൽ മഅറൂഫി
വതൻഹൗന അനിൽ മുൻകരി വതുഅ്മിനൂന ബില്ലാഹ്. പണ്ഡിതന്മാർ പറഞ്ഞു മൂന്നാമതാണ് തുഅ്മിനൂന ബില്ലാഹ് പറഞ്ഞത്. അതുകൊണ്ടാ മുഅ്മിനീങ്ങളുടെ ഉത്തരവാദിത്തം ആദ്യം പറഞ്ഞു തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ. മൂന്നാമത് അല്ലാഹു പറഞ്ഞു തുഅ്മിനൂന ബില്ലാഹ്. ശരിക്കും പറയേണ്ടത് എങ്ങനെയാണ്? തുഅ്മിനൂന ബില്ലാഹ് തഅ്മുറൂന ബിൽ മഅറൂഫ്. അത് മൂന്നാമതാണ് വതുഅ്മിനൂന ബില്ലാഹ് എന്ന് പറഞ്ഞത്. അല്ല, കാരണം മുഅ്മിനീങ്ങൾക്കുള്ള ഉത്തരവാദിത്തമാണ് തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ. നന്മ കൽപ്പിക്കുന്നവരും തിന്മ നിരോധിക്കുന്നവരുമാണ് നിങ്ങൾ എന്ന്. അത് പറയാണ് വൽതകും മിൻകും ഉമ്മ, നിങ്ങളിൽ നിന്നും ഒരു കൂട്ടരുണ്ടാകണം. ഈ ഒരു പ്രയോഗത്തിന് മുഫസ്സിറുകൾ രണ്ട് രീതിയിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ചില മുഫസ്സിറുകൾ പറഞ്ഞു നിങ്ങൾ ഓരോരുത്തരും ആകണം എന്നാണ് ഈ ആയത്തിന്റെ അർത്ഥം, വൽതകും മിൻകും ഉമ്മ. ചില മുഫസ്സിറുകൾ പറഞ്ഞു നിങ്ങളിൽ ഒരു കൂട്ടരുണ്ടാകണം, ദഅവത്ത് ചെയ്യുന്ന ഒരു സമൂഹം നിങ്ങളിൽ കുറച്ച് പേരുണ്ടാകണം. രണ്ടായാലും നിങ്ങളാകണം, ദായിമാരാകണം. വൽതകും മിൻകും ഉമ്മ യദ്ഊന ഇലൽ ഖൈർ. ആമായിട്ട് പറഞ്ഞു ദാവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് അംറു ബിൽ മഅറൂഫ് നഹ്യൽ മുൻകർ. രണ്ടാമത് ഖാസാക്കി യദ്ഊന ഇലൽ ഖൈരി വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ. ആദ്യം ആമായിട്ട് ദഅവത്ത് ചെയ്യണമെന്ന് പറഞ്ഞു, പിന്നെ പറഞ്ഞു നന്മ കൽപ്പിക്കുകയും തിന്മ നിരോധിക്കുകയും ചെയ്യണം. കാരണം തഅ്മുറൂന ബിൽ മഅറൂഫും തൻഹൗന അനിൽ മുൻകറും അംറു ബിൽ മഅറൂഫും നഹ്യൽ മുൻകർ എന്തിൽ പെട്ടതാണ്? യദ്ഊന ഇലൽ ഖൈറിൽ പെട്ടതാണ്. അല്ലാഹു അത് പ്രത്യേകം എടുത്ത് പറഞ്ഞതാണ്. അത് വലിയ ഉത്തരവാദിത്തമാണ്. കൽപ്പിക്കാൻ നിരോധിക്കുക എന്നുള്ളത് എല്ലാവർക്കും പറ്റുന്ന കാര്യമാണോ? അല്ല, പ്രയാസമല്ലേ. നീ ചെയ്യടാ, ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ അത് വലിയ ഉത്തരവാദിത്തം തന്നെയാണ്. കൽപ്പിക്കൽ നിരോധിക്കൽ അംറു ബിൽ മഅറൂഫിലും നഹ്യൽ മുൻകറിലും മറ്റൊരാളെ ശകാരിക്കലുണ്ട്, കൽപ്പിക്കലുണ്ട്, ചെയ്യരുത് എന്ന് പറയലുണ്ട്. കുറച്ച് ഉത്തരവാദിത്തമുള്ള കാര്യമാണ്. ഇത് ഈ ഉമ്മത്തിന്റെ ഗുണമായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത്. അതേപോലെ തന്നെ മുഅ്മിനീങ്ങൾ അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ സൗകര്യം ചെയ്ത് കൊടുത്താൽ, മുഅ്മിനീങ്ങൾ അല്ലാഹു പറയണം അല്ലദീന ഇമ്മക്കന്നാഹും ഫിൽ അർളി, മുഅ്മിനീങ്ങൾക്ക് നാം ഭൂമിയിൽ സൗകര്യം ചെയ്ത് കൊടുത്താൽ അഖാമുസ്സലാത്ത, അവർ നിസ്കരിക്കും, വആതു സകാത്ത, സകാത്ത് കൊടുക്കും, വഅമറു ബിൽ മഅറൂഫി വനഹു അനിൽ മുൻകർ, അവർ നന്മ കൽപ്പിക്കുകയും തിന്മ നിരോധിക്കുകയും ചെയ്യും. മുഅ്മിനീങ്ങളുടെ ഗുണമായിട്ട് അള്ളാഹു എടുത്തു പറഞ്ഞതാണ്. മുനാഫിക്കുകളെയും മുഅ്മിനീങ്ങളെയും വേർതിരിച്ച് പറഞ്ഞപ്പോഴും അള്ളാഹു പറഞ്ഞ എന്താണ്? അൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്തു ബഅ്ദുഹും ഔലിയാഉ ബഅദ്. മുഅ്മിനീങ്ങളായ ആണുങ്ങളും പെണ്ണുങ്ങളും പരസ്പരം ചങ്ങാതിമാരാണ്, വലിയുകളാണ്. എന്താ ഒരു പ്രത്യേകത? യഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ, അവർ നന്മ കൽപ്പിക്കുന്നവരും തിന്മ നിരോധിക്കുന്നവരുമാണ്. ചെറിയ ഒരു അമലല്ല ദഅവത്ത്, വലിയ ഉത്തരവാദിത്തമാണ്. അങ്ങനെയാണ് അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലും നമുക്ക് ദഅവത്തിനെ സംബന്ധിച്ച് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത്. ഈ പ്രവർത്തനം ഏറ്റെടുക്കുക എന്നുള്ളത് വലിയ തൗഫീഖാണ്. അത് എങ്ങനെ നിർവഹിക്കണം എന്നതും വലിയ ചർച്ചയാണ്. ദഅവത്ത് എന്നുള്ള അമൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ചെയ്ത അമലാണ്. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ ഫോളോ ചെയ്ത ശേഷക്കാരായ സഹാബാക്കൾ ചെയ്ത അമലാണ്. വലിയ വലിയ അയിമ്മത്തുകൾ ഏറ്റെടുത്ത അമലാണ്. ആ അമല് എങ്ങനെ നിർവഹിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം തന്നെ. അപ്പം ദഅവത്തിന്റെ പ്രാധാന്യം ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ വക കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്. സലഫി ദഅവത്ത് അത് എങ്ങനെയാകണം? നമ്മൾ അള്ളാഹുവിൻ്റെ ദീൻ ദാവത്ത് ചെയ്യുന്ന ആൾക്കാരാണ്. ഓരോരുത്തരും അള്ളാഹുവിൻ്റെ ദായിമാരാണ്. അല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? ബല്ലിഗു അന്നി വലൗ ആയ, ഒരു ആയത്തെങ്കിലും നിങ്ങൾ എന്നിൽ നിന്നും എത്തിക്കണം. ഒരായത്ത് പഠിച്ചു കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. ഒരായത്തെങ്കിൽ ഒരായത്ത്, ബല്ലിഗു അന്നി വലൗ ആയ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്തിനെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം പഠിക്കേണ്ടത്, കാരണം നമ്മുടെ മാതൃക ആദ്യത്തെ ദായി ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. റസൂൽ എങ്ങനെയാണ് ഉമ്മത്തിനെ ദഅവത്ത് ചെയ്തത് അത് പ്രത്യേകം പഠിക്കാം. 23 വർഷം കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിന് പഠിപ്പിച്ചു കൊടുത്ത, റസൂലുള്ള ദഅവത്ത് ചെയ്ത ഭാഗങ്ങൾ 3 3 കാര്യങ്ങളിലേക്കാണ് 23 വർഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്ത് ചെയ്തത്. മൊത്തത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ
23 വർഷത്തെ ദഅവത്തിനെ കുറിച്ച് പഠിക്കാൻ തയ്യാറായാൽ 3 അസ്ലുകളിലേക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ദഅവത്ത് കേന്ദ്രീകരിക്കുന്നത് എന്നർത്ഥം. അതിന് പണ്ഡിതന്മാരിട്ട പേര് ഉസൂലു സലഫിയ. സലഫിയത്തിന്റെ ഉസൂൽ എന്താണ്? ഉസൂലു സലഫിയത്തി സലാസ. സലഫിയത്തിന്റെ 3 ഉസൂലുകൾ. ഈ 3 അസ്ലുകളിലേക്കാണ് നമുക്കും ദഅവത്ത് ചെയ്യാനുള്ളത്. ഒന്നാമത്തേത് ഇഖ്ലാസുൽ ഉബൂദിയ്യത്തി ലില്ലാഹ്, തൗഹീദിലേക്കാണ്. തൗഹീദിനെ സ്ഥാപിക്കലും ഷിർക്കിനെ ഇല്ലാതാക്കലുമാണ് ദഅവത്തിന്റെ അടിസ്ഥാനം. ഓരോ കാലഘട്ടത്തിലേക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ നിയോഗിച്ചത് ഉമ്മത്തിന് തൗഹീദ് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്നാമത്തെ പ്രവാചകൻ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത് എന്താണ്? യാ ഖൗമി ഉഅ്ബുദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈർ. ഏ ഖൗമേ, നിങ്ങൾ അല്ലാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യണം, അല്ലാഹു അല്ലാത്ത മറ്റൊരാൾ ഇബാദത്തിന് അർഹനായിട്ടില്ല. ശേഷം വന്ന സകല പ്രവാചകന്മാരും ദഅവത്ത് ചെയ്തതും ഈ ഒരു അസ്ലിലേക്കാണ്. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലാ അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്. അല്ലേ? വലഖദ് അർസൽനാ വമാ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. ഓരോ പ്രവാചകന്മാർക്കും, താങ്കൾക്ക് മുമ്പുള്ള ഓരോ പ്രവാചകന്മാർക്കും നാം വഹി നൽകിയത് ആ ഇബാദത്തിന് അർഹൻ നാം മാത്രമാണ്, അതുകൊണ്ട് എന്നെ മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ എന്ന് ദഅവത്ത് ചെയ്യാനാണ്. അതുപോലെ തന്നെ ഷിർക്ക് പാടില്ല. വലഖദ് ഊഹിയ ഇലൈക വഇലൽ ലദീന മിൻ ഖബ്ലിക ലൈൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂലന്ന മിനൽ ഖാസിരീൻ. ഷിർക്ക് ചെയ്യാൻ പാടില്ല. അല്ലാഹു പല അമലുകളിൽ വെച്ച അമലുകൾ സ്വീകരിക്കാനുള്ള കണ്ടീഷനെ പറഞ്ഞത് യഅ്ബുദൂനനി വലാ യുശ്രികൂന ബി ഷൈഅ. ഇബാദത്ത് അല്ലാഹ്ക്ക് മാത്രമാകണം, ഷിർക്ക് ഉണ്ടാകാൻ പാടില്ല. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ദഅവത്തിന്റെ ഒന്നാമത്തെ അസ്ൽ. 23 വർഷക്കാലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സഹാബാക്കളെ പഠിപ്പിച്ച ഒന്നാമത്തെ അസ്ൽ ഇഖ്ലാസുൽ ഉബൂദിയ്യത്തി ലില്ലാഹ്. ഇബാദത്ത് അല്ലാഹുവിന്റെ മാത്രമാക്കണം, ഷിർക്ക് ചെയ്യാൻ പാടില്ല. മമ്മാത വഹുവ യദഉ മിൻ ദൂനില്ലാഹി നിദ്ദൻ ദഖലൻ നാർ. മൻ ലഖിയ അല്ലാഹ ലാ യുശ്രികു ബിഹി ഷൈഅ ദഖലൽ ജന്ന വമൻ ലഖിയഹു യുശ്രികു ബിഹി ദഖലൻ നാർ. ആരെങ്കിലും അല്ലാഹുവിനെ ഷിർക്ക് വെക്കാതെയാണ് കണ്ടുമുട്ടുന്നതെങ്കിൽ അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു. ഷിർക്ക് ചെയ്തുകൊണ്ടാണ് ഒരാൾ അല്ലാഹനെ കണ്ടുമുട്ടുന്നതെങ്കിൽ അവൻ നരകത്തിൽ പ്രവേശിച്ചു. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹുവിനെ യമനിലേക്ക് ദഅവത്ത് ചെയ്യാൻ വേണ്ടി പറഞ്ഞയച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത് ഇന്നക തഖ്ദമു അലാ ഖൗമിൻ അഹ്ലി കിതാബിൻ. നീ അഹ്ലി കിതാബിലേക്കാണ് പോകുന്നത്, ക്രിസ്ത്യാനികളെ ദഅവത്ത് ചെയ്യാനാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ നിന്റെ ദഅവത്തിന്റെ ആദ്യത്തെ ദഅവത്ത് എന്താകണം? ഇലാഹി വഹീദുല്ലാഹ്, തൗഹീദാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ചെയ്ത ദഅവത്ത് തന്നെയാണ്. ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു. ഓരോ ഖൗമിന്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞതാണല്ലോ, ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു. നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണമെങ്കിൽ നിങ്ങൾ വിജയിക്കും. സഹാബാക്കളെ ദഅവത്തിന് വേണ്ടിയിട്ട്, ഈ ദഅവത്തിന്റെ പരിശ്രമത്തിന് വേണ്ടിയിട്ട് വ്യത്യസ്ത നാടുകളിലേക്ക് പറഞ്ഞയക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അവർക്ക് കൊടുക്കുന്ന നസീഹത്ത് എന്താണ്? ഞാൻ ആദ്യം ക്ഷണിക്കേണ്ടത് തൗഹീദിലേക്കാണെന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്തിന്റെ 23 വർഷക്കാലം പഠിച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ദഅവത്ത് ചെയ്ത ഒന്നാമത്തെ അസ്ല് ഇതാണ്, തൗഹീദിലേക്ക് ക്ഷണിക്കുക, ഷിർക്കിനെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഫോളോ ചെയ്യുന്ന നമ്മൾ, അതിന് മുമ്പൊന്ന് പറയാൻ വിട്ടുപോയി, അതുകൂടെ പറഞ്ഞാൽ ക്ലിയർ ആവും. നമ്മൾ സലഫികളാണ്. അപ്പോൾ എന്താണ് സലഫിയത്ത് എന്ന് പറയണ്ടേ? സലഫി എന്ന് പറഞ്ഞാൽ മുൻകഴിഞ്ഞ എല്ലാത്തിനും സലഫ് എന്ന് പറയാ. കഴിഞ്ഞുപോയ മാതക്കദ്ദം എന്നാണ് സലഫ്. സലഫി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞുപോയ ഒരാളെ ഫോളോ ചെയ്യുന്നതിന് നമ്മൾ സലഫികൾ എന്ന് പറയും. എന്തുകൊണ്ട് നമ്മൾ സലഫികൾ എന്ന് നമുക്ക് നേരെ പറയുന്നത്? നമ്മൾ സലഫുകളെ ഫോളോ ചെയ്യുന്നവരായതുകൊണ്ട്. എന്താണ് സലഫിയത്ത് എന്ന് പറഞ്ഞാൽ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഫോളോ ചെയ്യാൻ സഹാബാക്കളുടെ റൂട്ടിലൂടെ സഞ്ചരിക്കുന്നതിനാണ് സലഫിയത്ത് എന്ന് പറയുക. അടിവരയിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ ഇത്തിബാ ചെയ്യാൻ സഹാബാക്കൾ സ്വീകരിച്ച റൂട്ട് സ്വീകരിക്കുന്നതിനാണ് സലഫിയത്ത് എന്ന് പറയുക. എല്ലാവരും റസൂലുള്ളാഹിനെ ഇത്തിബാ ചെയ്യുന്ന പറഞ്ഞ ആൾക്കാരല്ലേ? എല്ലാവരുടെയും വാദല്ലേ കുല്ലു യദ്ദഇ വസ്ലം ബിലൈല വലൈല ലാ തുഖിറു ലഹും ബിദാക വലൗ ഇജ്തമഅത് ദുമൂഉം ഫീ ജുഫൂനിൻ തബയ്യന മൻ ബകാ മിമ്മൻ തബാക. എല്ലാവരുടെയും വാദം എന്താണ്? റസൂലുള്ളാഹിനെ ഫോളോ ചെയ്യണം. ഇതൊരു കവിതയാണ്. കവിത പണ്ഡിതന്മാർ റസൂലുള്ളാഹിന്റെ സ്നേഹം പറയുമ്പോൾ കൊണ്ടുവരുന്നൊരു കവിതയാണ്.
കുല്ലു യദ്ദഇ വസ്ലൻ ബി ലൈല. എല്ലാവർക്കും ലൈലനെ ഭയങ്കര ഇഷ്ടം. ലൈലയെ സ്നേഹിക്കുന്നു എല്ലാവരും. രാജകുമാരിയാണ്. വലൈല ലാ തുഖിറു ലഹും ബിദാക. പക്ഷെ ലൈല അത് അംഗീകരിച്ചു കൊടുക്കുന്നില്ല. ലൈലക്ക് എല്ലാവരും ഇഷ്ടമില്ല. ലൈലക്ക് ആരെ ഇഷ്ടമുള്ളൂ? മജ്നൂനെയാണ്. ലൈല മജ്നൂൻ കേട്ടിട്ടില്ലേ ആ കഥ? ഈ ലൈലക്ക് വേണ്ടി കരയുന്ന ആൾക്കാരുടെ കണ്ണുനീർ ഒരു പാത്രത്തിൽ ശേഖരിച്ചാൽ ആരാണ് കരഞ്ഞത്, ആരാണ് അഭിനയിച്ച് കരഞ്ഞത് എന്ന് നമുക്ക് തിരിയും. ഒറിജിനൽ കരഞ്ഞത് ആരാണ്, ഡ്യൂപ്ലിക്കേറ്റ് കരച്ചിൽ ആരതാന്ന് തിരിയും. എന്ന് പറഞ്ഞ പോലെ എല്ലാവരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നെന്ന് വാദിക്കുന്നു. ഒറിജിനൽ റസൂലുള്ളാഹിനെ സ്നേഹിച്ച ആളാരി, ഡ്യൂപ്ലിക്കേറ്റ് സ്നേഹിച്ച ആളാരി തിരിയണമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആരനുസരിച്ചു നോക്കണം, ആര് ഇത്തിബാവ് ചെയ്ത് നോക്കണം. സ്നേഹത്തിൻ്റെ അവിഭാജ്യ 2 ഘടകങ്ങൾ ഇത്തിബാവും ഇതാഅത്തും. ഇത്തിബാവും ഇതാഅത്തും ഇല്ലാതെ മഹബത്തില്ല. മഹബത്തിൻ്റെ അടിസ്ഥാന 2 ഘടകങ്ങളാണിത്. ഒന്നുകിൽ അനുസരിക്കണം, മറ്റൊന്ന് പിൻപറ്റണം. അനുസരിക്കാത്തവൻ സ്നേഹിച്ചിട്ടില്ല, പിൻപറ്റാത്തവനും സ്നേഹിച്ചിട്ടില്ല. അപ്പോൾ റസൂലുള്ളാഹിനെ സ്നേഹിച്ചു എന്നതിൻ്റെ അടയാളം എന്താണ്? റസൂലുള്ളാഹിനെ അനുസരിച്ചു, റസൂലുള്ളാഹിനെ പിൻപറ്റി എന്നുള്ളതാണ്. അതേപോലെ എല്ലാവരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഞാൻ ഫോളോ ചെയ്യുന്നു എന്ന് പറയുന്നു. എങ്ങനെ? റസൂലുള്ളാഹിനെ സഹാബാക്കൾ ഫോളോ ചെയ്തതുപോലെ ഫോളോ ചെയ്യണം. അപ്പേ ശരിയായ റൂട്ടാവും. അതുകൊണ്ട് തന്നെ സലഫിയത്ത് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിനെ ഇത്തിബാ ചെയ്യാൻ സഹാബാക്കൾ സ്വീകരിച്ച റൂട്ട് സ്വീകരിക്കുന്നതിനാണ് സലഫിയത്ത് എന്ന് പറയുക. ആ റൂട്ടിൽ സഞ്ചരിക്കുന്നവനാണ് സലഫി എന്ന് പറയുക. നിങ്ങൾക്ക് തിരിയാൻ വേണ്ടിയിട്ട് ഞങ്ങളെ ഭാഷയിൽ പറയുന്നത്, മലയാളത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് പണ്ഡിതന്മാർ വിശദീകരിച്ച് തന്നിട്ടുള്ളത്. ഇതാണ് സലഫിയത്ത്. അപ്പോൾ നമ്മൾ സലഫി ആകാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിനെ സഹാബാക്കൾ ഫോളോ ചെയ്ത പോലെ ഫോളോ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. സലഫി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? സഹാബാക്കൾ എങ്ങനെയാണോ ഖുർആനും ഹദീസും മനസ്സിലാക്കിയത് അങ്ങനെ മനസ്സിലാക്കുന്നവർക്കാണ് സലഫി എന്ന് പറയുക. ഇൻഷാ അല്ലാഹ് വിശദീകരിച്ചു തരാം സമയം ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന നമ്മൾ പഠിക്കേണ്ടത് ഒന്നാമത്തേത് ദാവത്ത് ചെയ്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ദാവത്ത് ചെയ്തത് ഒന്നാമത് തൗഹീദിലേക്കാണ്. അത് വിശദമായി പറയേണ്ട ആവശ്യമില്ല. തൗഹീദിൻ്റെ ക്ലാസ്സുകൾ ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ടാവും. ഷിർക്കിൻ്റെയും തൗഹീദിൻ്റെയും വിഷയങ്ങൾ ഒരുപാട് ഹദീസുകളും ആയത്തുകളും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. രണ്ടാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദാവത്ത് ചെയ്തത് ബിദ്അത്തിനെതിരെയായിരുന്നു. റസൂലുള്ളാഹിന്റെ രണ്ടാമത്തെ ദാവത്തിന്റെ അസ്ൽ എന്താണ്? ബിദ്അത്തിനെതിരെയായിരുന്നു. ബിദ്അത്തിനെ നിർമാർജനം ചെയ്യുക, സുന്നത്ത് സ്ഥാപിക്കുക. പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. റസൂലുള്ളാഹിനെ ഫോളോ ചെയ്യുന്നതിലൂടെ എന്തായി? സുന്നത്ത് സ്ഥാപിക്കലായി. പിന്നെ റസൂലുള്ളാഹി ദാവത്ത് ചെയ്തത് ബിദ്അത്തിനെതിരെയായിരുന്നു. ബിദ്അത്ത് ഇല്ലാതാക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഠിന പരിശ്രമം നടത്തിയിരുന്നു. എല്ലാ വെള്ളിയാഴ്ചയും റസൂലുള്ളാഹി പറയും മിമ്പറിൽ, എന്താണ്? നിങ്ങൾ പുത്തനാശയത്തെ സൂക്ഷിക്കണം. വഇയ്യാകും വമുഹ്ദസാത്തിൽ ഉമൂർ ഫഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാല വകുല്ല ളലാലത്തിൻ ഫിന്നാർ. എല്ലാ വെള്ളിയാഴ്ചയും പറയും. ബിദ്അത്തിനെതിരെ ശക്തമായി ശബ്ദിച്ച ഒന്നാമത്തെ ആളാരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയാണ്. ബിദ്അത്തിനെതിരെയുള്ള സംസാരമാണ്, ദാവത്താണ് രണ്ടാമത്തെ അസ്ല്. അതുകൊണ്ട് തന്നെ ബിദ്അത്ത് എന്താണെന്ന് പഠിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ മൻ ആമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. ബിദ്അത്ത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. തൗഹീദും ശിർക്കും ഒന്നാമത്തേത്, സുന്നത്തും ബിദ്അത്തും രണ്ടാമത്തേത്. ബിദ്അത്തിനെ നിർമാർജനം ചെയ്യുക, ഇല്ലാണ്ടാക്കുക, സുന്നത്തിനെ സ്ഥാപിക്കുക എന്നതാണ് റസൂലുള്ളാഹിന്റെ ദാവത്തിന്റെ രണ്ടാമത്തെ അസ്ല്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബാക്കളെ പഠിപ്പിച്ച അഖീദയും ഇബാദത്തും, ഈ 2 കാര്യങ്ങളിൽ വ്യതിചലിച്ചവർക്കാണ് ബിദഈകൾ എന്ന് പറയുക. ബിദ്അത്ത് ഒന്നെങ്കിൽ അഖീദയിലായിരിക്കും, അല്ലെങ്കിൽ ഇബാദത്തിലായിരിക്കും. ഇസ്ലാമിൻ്റെ ഭാഷയിലെ പുത്തനാശയക്കാരൻ അവൻ്റെ പിഴവ് ഒന്നെങ്കിൽ അഖീദയിലായിരിക്കും, അല്ലെങ്കിൽ ഇബാദത്തിലായിരിക്കും. ഏത് ബിദഈ പ്രസ്ഥാനത്തിൽ എടുത്ത് നോക്കിയാലും അവൻ്റെ പിഴവ് ഒന്നെങ്കിൽ അഖീദയിലായിരിക്കും, അല്ലെങ്കിൽ ഇബാദത്തിലായിരിക്കും. എങ്ങനെയാണ് ഇവർ പിഴക്കുന്നത്? ആയത്തും ഹദീസും ഇല്ലാത്തത് കൊണ്ടാണോ? അല്ല. ബിദഈ ഇസ്ലാമിലേക്ക് ചേർത്തി പറയുന്ന ഒരു പ്രസ്ഥാനമുണ്ടോ, ഓൻ്റെ ഓരോ ആശയത്തിനും ആയത്തും ഹദീസും ഓതും. പിന്നെ ഇസ്ലാമിൽ ചേർത്തി പറയില്ലല്ലോ.
ഇസ്ലാമിന്റെ അഡ്രസ്സിൽ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന ഏത് വിഭാഗമാകട്ടെ, ആയത്തും ഹദീസും ഓതാതെ ഓനവൻ്റെ ആശയം പ്രചരിപ്പിക്കൂല. അപ്പൊ ആയത്തും ഹദീസും ഇല്ലാത്തത് കൊണ്ട് എല്ലാം വിധേയായത്. നമ്മൾ ചിലർക്ക് അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. വിധേയുള്ള പ്രശ്നം എന്താണ്? അവർക്ക് ആയത്തും ഹദീസും ഇല്ല. നമ്മൾ പ്രത്യേകത എന്താണ്? നമുക്ക് ആയത്തും ഹദീസും ഉണ്ട്. എല്ലാവർക്കും ആയത്തും ഹദീസും ഉണ്ട്. ആയത്തും ഹദീസും ഇല്ലെങ്കിൽ പിന്നെ ഓന ഇസ്ലാമിലേക്ക് ചേർക്കോ? നീ ഏത് ടീമാണ്? ഞാൻ ഇസ്ലാമിന്റെ ടീമാണ്. എന്താ നീ ഫോളോ ചെയ്യുന്നത്? ഞാൻ ആയത്തും ഹദീസൊന്നും ഫോളോ ചെയ്യില്ല, പിന്നെ ഇസ്ലാമിന്റെ ടീമാവോ? ഇല്ല. ഇസ്ലാമിലേക്ക് ചേർത്തി പറയുന്ന ഫിർക്കത്താണോ ഓൻ ആയത്ത് ഓതും, ഹദീസ് ഓതും. കുബൂരികൾ, ഖബറാരാധകർ, അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരാണ്, മരിച്ചവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരാണ്. അവരായത്ത് ഓതയില്ലേ? വലൗ അന്നഹും യുദ്ദലമു അൻഫുസഹും ജാഊക വസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമ. സൂറത്ത് നിസായിലെ ഈ ആയത്ത് ഇസ്തിഗാസക്ക് തെളിവാണ്. എന്തിനാണ് നിങ്ങൾ മരിച്ചവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്? അള്ളാഹ് പറഞ്ഞുകൊണ്ട്. അള്ളാഹ് എന്താ പറഞ്ഞത്? വലൗ അന്നഹും യുദ്ദലമു അൻഫുസഹും, നിങ്ങൾ സ്വന്തത്തോട് അക്രമം ചെയ്ത സന്ദർഭത്തിൽ ജാഊക, പ്രവാചകന്റെ അടുക്കിലേക്ക് വരണം. വസ്തഗ്ഫിറുല്ലാഹ, പ്രവാചകൻ വസ്തഗ്ഫിറുല്ലാഹ, അവർ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യണം. വസ്തഗ്ഫറ ലഹുമുർ റസൂലു, റസൂലും അവർക്ക് ഇസ്തിഗ്ഫാർ ചെയ്യണം. എങ്കിൽ ലവജദുല്ലാഹ തവ്വാബൻ റഹീമ. അപ്പോൾ പ്രവാചകരെ അങ്ങ് നമുക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് പറയണം. അള്ളാഹ് പറഞ്ഞതാണ്. ഈ ആയത്ത് ഓതിയിട്ടാണ് അവർ ഇസ്തിഗാസ. അതേപോലെ തന്നെ അവർക്ക് എന്തെല്ലാം ഹദീസ് കിട്ടോ ഹദീസൊക്കെ പറയും ഇസ്തിഗാസക്ക് തെളിവായിട്ട്. അപ്പോൾ ബിദഈകൾക്ക് എന്തുണ്ട്? ആയത്തുണ്ട്, ഹദീസുണ്ട്. സൂഫികള്, ത്വരീഖത്തിന്റെ ആൾക്കാര്, അവർ പറയും ജനങ്ങൾ രണ്ട് തരക്കാരാണ്, അവാമുന്നാസ്, ഖവാസുന്നാസ്. നമ്മുടെ മശായിഖന്മാരൊക്കെ ഖവാസുന്നാസാണ്, പ്രത്യേകക്കാരാണ്. അവർക്ക് ശരീഅത്തിന്റെ ലാഹിറായ അമലുകളൊന്നും ബാധകല്ല, അഹ്കാമുകളൊന്നും ബാധകല്ല. അതൊക്കെ അവാമുന്നാസിനുള്ളതാണ്. നമ്മുടെ മശായിഖന്മാർക്ക്, ഷെയ്ഖന്മാർക്ക് ഹലാല് ഹറാം ഒന്നുമില്ല. അവർക്ക് ഹറാം ചെയ്യാം, വാജിബ് ചെയ്യാണ്ടിരിക്കാം. എന്താ തെളിവ്? ആയത്തുണ്ട്. വഅ്ബുദ് റബ്ബക് ഹത്താ യഅതിയകൽ യഖീൻ. യഖീൻ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യാം? യഖീനിൽ എത്തുന്നത് വരെ നിങ്ങൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാം. യഖീനിൽ എത്തിയാലോ ഇബാദത്ത് നിർത്താം. നമ്മുടെ ശൈഖന്മാരൊക്കെ യഖീനിൽ എത്തിയവരാണ്, ദൃഢതയിൽ എത്തിയവരാണ്. ഇതാണ് പറയാ. അപ്പോൾ ഒക്കെ എന്തുണ്ട്? ആയത്തുണ്ട്. മുഅ്തസിലികൾക്ക് ഖുർആൻ സൃഷ്ടിയാണെന്നൊരു ആയത്തുണ്ട്. മുഹ്ദസ് എന്നുള്ള അള്ളാഹിന്റെ പ്രയോഗം എന്താണ്? മുഹ്ദസുൻ എന്നുള്ള അള്ളാഹുവിന്റെ പ്രയോഗം. മുഹ്ദസ് എന്നുള്ളത് മഖ്ലൂക്കാണ്. മായഅതീഹിം മിർ റബ്ബിഹിം മുഹ്ദസിൻ ഇല്ലാ ഇസ്തമഊഹു വഹും യൽഅബൂൻ. ആ മുഹ്ദസ് അവർ പറയുക അത് മഖ്ലൂക്കാണ്. മുഹ്ദസ് എന്ന് പറഞ്ഞാൽ പുതുതായി ഉണ്ടാക്കപ്പെട്ടതല്ല, മഖ്ലൂക്കാണ്. അതുകൊണ്ട് ഖുർആൻ സൃഷ്ടിയാണ്. ഈ ആയത്തോതിട്ടാണ് ഖുർആൻ സൃഷ്ടിയാന്ന് പറഞ്ഞത്. അപ്പോൾ ഏത് ബിദഈയും അവന്റെ ബിദഅത്തിന് ആയത്തോതും, ഹദീസ് പറയും. അപ്പൊ ആയത്തും ഹദീസ് ഇല്ലാത്തത് കൊണ്ടെല്ലാം ബിദഈയായത്. പിന്നെ എവിടെ ബിദഈയായത്? ആ ആയത്തിനെ, ആ ഹദീസിനെ സഹാബാക്കൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കിയില്ല. അവിടെയാണ് പയച്ചത്. ആയത്തില്ലാത്തത് കൊണ്ടല്ല, ഹദീസ് ഇല്ലാത്തത് കൊണ്ടല്ല. നമ്മൾ ചിലൊക്കെ പറയും, ആ ഉസ്താദല്ല ആയത്ത് തോന്നുന്നുണ്ടല്ലോ, അവർ ഹദീസ് പറയുന്നുണ്ടല്ലോ, അവർക്കും കിതാബിൽ ഉദ്ധരണികളുണ്ടല്ലോ എന്ന് പറയാറുണ്ട്. എല്ലാവരും ആയത്തും ഹദീസ് ഓതും. പ്രശ്നം എവിടെയാണ്? ആയത്തും ഹദീസ് ഇല്ലാത്തത് കൊണ്ടല്ല, ആ ആയത്തിനെ സഹാബാക്കൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കിയിട്ടില്ല. നമുക്ക് ഉറപ്പിച്ച് പറയാം, തറപ്പിച്ച് പറയാം, സഹാബാക്കൾക്ക് മനസ്സിലാകാത്ത അഖീദ ദീനല്ല. സഹാബാക്കൾക്ക് പരിചയമില്ലാത്ത ഇബാദത്ത് ദീനല്ല. ഈ ബിദഈ പ്രസ്ഥാനം ഉണ്ടാക്കിയ എന്തുകൊണ്ടാണ്? അഖീദയിൽ രംഗത്ത് വന്നവർ ആ അഖീദ ആർക്ക് പരിചയമില്ല? സഹാബാക്കൾക്ക് പരിചയമില്ല. അതുകൊണ്ട് സഹാബാക്കൾക്ക് പരിചയമില്ലാത്ത അഖീദ ദീനല്ല. പുതുതായി ഇബാദത്തുകൾ ഉണ്ടാക്കിയ ആൾക്കാർക്ക് നമ്മൾ എന്തുകൊണ്ടാണ് ബിദഅത്ത് എന്ന് പറയുന്നു? ആ ഇബാദത്ത് സഹാബാക്കൾക്ക് പരിചയമില്ലാത്ത അഖീദ ദീനല്ല. സഹാബാക്കൾക്ക് പരിചയമില്ലാത്ത ഇബാദത്തും ദീനല്ല. അപ്പോൾ ബിദഈയാകൽ എപ്പോഴാണ്? ആയത്തിനെയും ഹദീസിനെയും സഹാബാക്കൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാത്തവർ, പുതുതായി പുതിയ ആശയങ്ങൾ കൊണ്ടുവന്നവർ, സഹാബാക്കൾക്ക് ശേഷം ആയത്തോതുക, ഹവ പറയുക. ആയത്തോതും എന്നാലേ ഇസ്ലാമാവും. അതുകൊണ്ട് ഇപ്പൊ പുതിയ ബിദഈ പ്രസ്ഥാനങ്ങൾ പറയും ഖുർആനിലേക്കും സുന്നത്തിലേക്കും, സലഫുകളിലേക്കല്ല. ഖുർആനിലേക്കും സുന്നത്തിലേക്കും എന്ന് പറയാത്ത ആരുമില്ല. അഹ്ലുസുന്നയും പറയും, അഹ്ലുൽ ബിദഉം പറയും ഖുർആനിലേക്കും സുന്നത്തിലേക്കും. അഹ്ലുസുന്നയും അഹ്ലുൽ ബിദഉം വേറെയാകുന്നത് എവിടെയാണ്? ഖുർആനിലേക്കും സുന്നത്തിലേക്കും. അഹ്ലുസുന്ന ക്ഷണിക്കും, അഹ്ലുസുന്നയുടെ കൂടെ ഒന്നും കൂടെ പറയും. എങ്ങനെ? ഖുർആനെയും സുന്നത്തിനെയും
സലഫുകൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കണം. അഹ്ലു ബിദ പറയും ഖുർആനിലേക്കും സുന്നത്തിലേക്കും മാത്രം. ഖുർആനിലേക്കും സുന്നത്തിലേക്കും മാത്രമേ ഞാൻ ക്ഷണിക്കൂ എന്ന് പറഞ്ഞവൻ ബിദയ്യാണ്. എന്നിട്ടിപ്പോ ഖുർആനിലേക്കും സുന്നത്തിലേക്കും ക്ഷണിക്കുന്നവൻ ബിദയ്യ, ഓൻ ബിദയ്യാണ്. ഇപ്പൊ അഹ്ലു സുന്നിയാകുക ആ ഖുർആനെയും ഹദീസിനെയും സലഫുകൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കി എന്നും കൂടെ പറഞ്ഞാലേ സലഫിയാവും, അഹ്ലു സുന്നിയാവും. അത് പറയാത്തവൻ ബിദയ്യാണ്. നമ്മളെ കേരളത്തിലൊക്കെ മർക്കസ് ദഅവ മടവൂരികൾ അവർ 2016 ഇറക്കിയ പോസ്റ്ററിൽ മെയിൻ ഹെഡിങ് എന്താണോ, ഖുർആനിലേക്കും സുന്നത്തിലേക്കും സലഫുകളിലേക്കല്ല. ഖുർആനിലേക്കും സുന്നത്തിലേക്കും മുസ്ലിമായി, സലഫുകളിലേക്കല്ല ഓൻ്റെ ഹവ പറയാം. ഖുർആനിലേക്കും സുന്നത്തിലേക്ക് ക്ഷണിച്ചപ്പോൾ ഇസ്ലാമായി, സലഫുകളിലേക്കല്ല എന്ന് പറഞ്ഞാൽ ഓൻക്ക് ഓൻ്റെ ഹവ പറയാം. ഇതാരാ മനസ്സിലാക്കിയത്? ഖുർആനും സുന്നത്തും അല്ലേ ജീവിച്ചിരിക്കുന്ന നമ്മുടെ രണ്ട് പ്രമാണങ്ങൾ, അത് നമുക്ക് മനസ്സിലാക്കിയ പോലെ. അപ്പോൾ സലഫുകൾ ഹും റിജാൽ വ നഹ്നു റിജാൽ, ഓരോ ആൾക്കാരും നമ്മളും ആൾക്കാർ, ഓർ മരിച്ചു പോയില്ലേ, ഓരെ കുറിച്ച് നമുക്ക് സംശയിക്കേണ്ട. അവർ മനസ്സിലാക്കിയ ഖുർആനും ആയതും കൊണ്ട് മരിച്ചുപോയി. ഈ നമ്മളെ കയ്യിൽ ജീവിച്ചിരിക്കുന്ന രണ്ട് പ്രമാണം ഖുർആനും ഹദീസുമാണ്, നമുക്ക് മനസ്സിലാക്കാം. ഇങ്ങനെ ആര് മനസ്സിലാക്കി? നാനവറുകൾ മനസ്സിലാക്കി. നമ്മുടെ ഞാൻ മനസ്സിലാക്കിയതാണ്. വേറെ ആരെങ്കിലും പറഞ്ഞില്ല ഹും റിജാൽ വ നഹ്നു റിജാൽ, ഓരോ ആൾക്കാർ നമ്മളും ആൾക്കാർ. ഇതാണ് വിധേയകൾ. ഖുർആനിലേക്ക് സുന്നത്തിലേക്കും ക്ഷണിക്കും, പക്ഷെ അത് ഫഹ്മു സലഫ് ആകാൻ അവർ ആഗ്രഹിക്കുകയില്ല. അവിടെയാണ് അഹ്ലു സുന്ന അഹ്ലുൽ ബിദഉം വേർതിരിയുന്നത്. അപ്പോൾ ബിദഅത്തിന്റെ അഹ്ലുകാർ സലഫുകൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാത്തവരാണ് അഖീദയിലും ഇബാദത്തിലും. അഹ്ലു സുന്ന എന്ന് പറഞ്ഞാൽ അഖീദയിലും ഇബാദത്തിലും സലഫുകൾ സഹാബാക്കൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കുന്നവരുമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടിസ്ഥാന രണ്ടാമത്തെ അസ്ൽ എന്താണ്? ബിദഅത്തിനെ ഇല്ലാണ്ടാക്കൽ. തുടങ്ങിയിട്ടേ ഉള്ളൂ, സമയമായല്ലേ? ഇത് പൂർത്തിയാക്കി സ്റ്റോപ്പ് ആക്കിയല്ലോ, പിന്നെ മറ്റൊരു സമയത്ത് ബാക്കി പറഞ്ഞാലോ? അങ്ങനെയൊക്കെ അല്ലേ നമ്മൾ ദാവത്തിന്റെ രീതി പറയുമ്പോൾ സമയം കുറേ എടുക്കും. 5 അസ്ൽ പറയാണ്ട്, അത് കുറേ വിശദീകരിക്കാണ്ട് അല്ല, എനിക്ക് പോകാനും ഉണ്ട്. അതെ ശരി, അപ്പോൾ ഇത് പറഞ്ഞിട്ട് നമുക്ക് സ്റ്റോപ്പ് ആക്കാം അല്ലേ? ഇൻഷാ അല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ആരാണ് ബിദഈകൾ? ഞാൻ പെട്ടെന്ന് ഷോർട്ടാക്കി പറഞ്ഞുതരാം. നമ്മുടെ നാട്ടിലെ ബിദഈകൾ 4 കൂട്ടരാണ്. നമ്മുടെ നാട്ടിലെ ബിദഈകൾ 4 കൂട്ടരാണ്. ഉസൂലുൽ ഫിറഖ ഇൻദന അർബഅ, അറബിയിൽ പറയാ. ഞാൻ ചെറിയൊരു റിസാല എഴുതുന്നുണ്ട്, റിസാലത്തുൻ ഇല അഹ്ലി കേരള, കേരളക്കാർക്കുള്ളൊരു റിസാല. അതിൽ ഉസൂലു സുന്നത്ത് ഇൻദനയുണ്ട്, ഉസൂലുൽ ഫിറഖിന്. ഉസൂലുൽ ഫിറഖിൽ ഞാൻ എഴുതിയ 4 ടീം, അവർ 4 പേരും ബിദഈകളാണ്. അവരിലേക്ക് ചേർത്തി പറയുന്നവർ നരകത്തിലേക്കുള്ള വഴി സ്വീകരിച്ചവരാണ്. അവരുടെ ദായിമാർ നരകത്തിലേക്ക് ക്ഷണിക്കുന്ന ദായിമാരാണ്. 4 പേർ ബിദഈകളാണ്, അവരെ കൂടെ കൂടാൻ പാടില്ല, അവർ ലാലുകളാണ്, നരകത്തിലേക്ക് ക്ഷണിക്കുന്നവരാണ്. ഒന്ന് ജമാഅത്തെ ഇസ്ലാമി, ഇഖ്വാനുൽ മുസ്ലിമൂൻ, ബിദഈകളാണ്, ലാലുകളാണ്. അവരുടെ ദായിമാർ നരകത്തിലേക്ക് ക്ഷണിക്കുന്നവരാണ്. അവരെ കൂടെ കൂടാൻ പാടില്ല, ഇരിക്കാൻ പാടില്ല, അവരുടെ ക്ലാസ് കേൾക്കാൻ പാടില്ല, വായിക്കാൻ പാടില്ല. സാധാരണക്കാരുടെ പറയുന്നത്. രണ്ടാമത്തേത് മർക്കസു ദഅവ, അവർ ബിദഈകളാണ്, ലാലുകളാണ്, അവർ നരകത്തിലേക്ക് ക്ഷണിക്കുന്ന ആൾക്കാരാണ്, അഖിലാനികളാണ് അവർ. മൂന്നാമത്തേത് തബ്ലീഗുകാർ, ജമാഅത്ത് തബ്ലീഗ്, അവർ ബിദഈകളാണ്, ലാലുകളാണ്, അവരും നരകത്തിലേക്ക് ക്ഷണിക്കുന്ന ദായിമാരാണ്. നാലാമത്തേത് സമസ്തക്കാർ, APEK സമസ്ത, കുബൂരികൾ, അവർ ശിർക്കിന്റെ അഹ്ലുകാരാണ്, മുശ്രിക്കുകളാണ്. ഈ 4 കൂട്ടരാണ് നമ്മുടെ നാട്ടിലെ അടിസ്ഥാന ബിദഈകൾ. ഈ 4 കൂട്ടർക്കെതിരെയുള്ള സംസാരവും ദഅവത്തുമാണ് നമ്മൾ നടത്തേണ്ട ബിദഅത്തിനെതിരെയുള്ള സംസാരം. ഈ 4 കൂട്ടർ ആയിരക്കണക്കിന് അനുയായികളുള്ള 4 പ്രസ്ഥാനങ്ങളാണ്, 4 വ്യക്തികളല്ല. ഇവർക്ക് സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത സംഘടനയുണ്ട്, ദഅവത്ത് ചെയ്യാൻ അനുയായികളുണ്ട്, അവർക്ക് പ്രവർത്തനം നടത്താനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് വെച്ച് അവർ അവരുടെ ലലാലത്തിലേക്ക് ദഅവത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ 4 കൂട്ടർക്കെതിരെയുള്ള സംസാരമാണ് നമുക്ക് ചെയ്യാനുള്ള രണ്ടാമത്തെ സംസാരം. ആദ്യത്തേതിലേക്കുള്ള ദഅവത്ത് സമസ്തക്കാർക്കെതിരെയുള്ള ദഅവത്താണ്, തൗഹീദിലേക്കുള്ള ദഅവത്ത്, ശിർക്കിനെതിരെയുള്ള ദഅവത്ത്, കൂലികൾക്കെതിരെയുള്ള. രണ്ടാമത്തെ ദഅവത്ത് ബാക്കി 3 കൂട്ടർക്കെതിരെയുള്ള ദഅവത്താണ്, ജമാഅത്തെ ഇസ്ലാമി, മർക്കസ് ദഅവ, ജമാഅത്ത് തബ്ലീഗ്. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രണ്ടാമത്തെ അസ്ൽ. മൂന്നാമത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അസ്ൽ ഇജ്തിമാ ആണ്, അഹ്ലു സുന്ന ഐക്യപ്പെടണം എന്നുള്ളതാണ്.
സഹാബാക്കളെ ഒറ്റ കോണിൽ നിർത്താൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശ്രമിച്ചിരുന്നു. 23 വർഷം റസൂലുള്ള പരിശ്രമിച്ചിരുന്നു. 2 കാര്യത്തിലാണ് റസൂലുള്ള സഹാബാക്കളെ ഐക്യപ്പെടുത്തിയത്. ഒന്ന് അഖീദയിലും മനഹജിലും, 2 ഭരണാധികാരിയുടെ കീഴിൽ. ഒരു ഭരണാധികാരിയുടെ കീഴിൽ ഐക്യപ്പെടണം, 2 ഒരേ അഖീദയിലും മനഹജിലും ഐക്യപ്പെടണം, ഭിന്നിക്കാൻ പാടില്ല. ധാരാളം ആയത്ത് ഹദീസുകളുണ്ട് ഈ വിഷയത്തിൽ സംസാരിക്കാൻ. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഷോർട്ടായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒരു തെളിവ് ഞാൻ പറഞ്ഞുതരാം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു യുദ്ധത്തിന് പോയി, സഹാബാക്കളുണ്ട്. അപ്പോൾ മുഹാജിറുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ അൻസാറുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളുടെ ചന്തിക്കടിച്ചു, അല്ലെങ്കിൽ ചന്തിക്ക് ചവിട്ടി. ഇത് കേട്ടപ്പോൾ ആ അൻസാർ പറഞ്ഞു, അൻസാറുകളെ ഓടിവാ, എന്നെ സഹായിക്ക്, ഇത് ഇയാൾ എന്നെ ചവിട്ടി എന്ന് പറഞ്ഞു. അപ്പോൾ മുഹാജിർ പറഞ്ഞു, മുഹാജിറുകളെ എല്ലാവരും ഓടിവാ, ഇയാൾ എന്നെ അടിക്കാൻ വരുന്നു, സഹായിക്കാൻ പാന്ന് പറഞ്ഞു. 2 സഹാബാക്കൾ അസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ. പക്ഷേ നമുക്ക് സഹാബാക്കളെ സംബന്ധിച്ച് സംസാരിക്കാനുണ്ട്. ആരാണ് സഹാബാക്കൾ? അവർ ശരീഅത്തിന്റെ ഭാഗമാണ്. സാബി മുതൽ ഇങ്ങോട്ടേക്കാണ് മനുഷ്യന്മാർ. സഹാബാക്കൾ ശരീഅത്തിന്റെ ഭാഗമാണ്, മനുഷ്യന്മാർ തന്നെ ശരീഅത്തിന്റെ ഭാഗമാണ്. അവർ ഖുർആന്റെയും ഹദീസിന്റെയും ഭാഗമാണ് സഹാബാക്കൾ. അവരെ വേർതിരുത്തിക്കൊണ്ട് അവരെ മാറ്റി വെച്ചുകൊണ്ടുള്ള ഖുർആനും ഇല്ല, ഹദീസും ഇല്ല. അപ്പോൾ സഹാബാക്കൾ ആരെന്നുള്ളത് നമുക്ക് വേറെ സംസാരിക്കാനുണ്ട്, പഠിക്കാനുണ്ട്. ആരാണ് സഹാബാക്കൾ? ആ സഹാബാക്കൾ മുഹാജിറുകൾ അൻസാറുകൾ അള്ളാഹു ഖുർആനിൽ എടുത്തു പറഞ്ഞ 2 പേർ. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടാക്കാൻ പോവാണ്. അപ്പോൾ റസൂൽ ചോദിച്ചു, മാ ബാലു ആദിഹി ദഅവ ജാഹിലിയ്യ, മാ ബാലു ദഅവൽ ജാഹിലിയ്യ. എന്താ ഈ ജാഹിലിയൻ ദഅവ, ജാഹിലിയൻ വിളി, സഹായ വിളി? മുഹാജിറുകൾ വിളിക്കുക, അൻസാറുകൾ വിളിക്കുക, അടിയുണ്ടാക്കാൻ പോവാ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരാൾ പറഞ്ഞു, പ്രവാചകരെ, മുഹാജിറിൽപ്പെട്ട ഒരാൾ നമ്മളെ അടിച്ചു, അൻസാറിൽപ്പെട്ട അടിച്ചു, എവിടെ അതിനെ ആ ചർച്ചയാക്കല്ലേ, നിങ്ങൾ ഒന്നിച്ചിക്കേണ്ട ആൾക്കാരാണ്, നിങ്ങളത് വിട് എന്ന് പറഞ്ഞു. അപ്പോൾ ഉബയ്യ് ഇബ്നു സലൂല് അയാൾ പറഞ്ഞു, മദീനത്തെട്ടെ മദീനത്തിൽ കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ കൂടെ പ്രതാപമുള്ള ആൾക്കാർ. അപ്പം മദീനയിൽ അൻസാറുകളാണ് കൂടുതൽ, മുനാഫിക്കുകളൊക്കെ അൻസാറിൽ പെട്ടാണ്, ഹസ്രജ് ഗോത്രത്തിൽ പെട്ട ആൾക്കാരാണ് ഇയാളൊക്കെ. ഔസ ഹസ്രജ് ഗോത്രക്കാരാണല്ലോ അൻസാറുകൾ. അപ്പം മദീനയിൽ വരട്ടെ, മദീനയിൽ നമ്മൾ കൂടുതലാണല്ലോ, മുഹാജിർ കുറവല്ലേ, മക്കത്ത് നിന്ന് വന്നവരല്ലേ, അവിടെ എത്തട്ടെ, നമുക്ക് കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഉമർ പറഞ്ഞു, പ്രവാചകർ അയാളെ വിട്, അയാളെ പെരടി ഞാൻ വെട്ടാം, മുനാഫിക്കിൻ്റെ പെരടി ഞാൻ വെട്ടാം. പറഞ്ഞു, വേണ്ട, വിട്, അവനെ പെരടി വെട്ടിയാൽ ആൾക്കാർ പറയും മുഹമ്മദിൻ്റെ ആൾക്കാരെ കൊല്ലുന്നു എന്ന്. ഈ ഹദീസിനെ പണ്ഡിതന്മാർ ഉസൂൽ ഫിക്കിൽ കൊണ്ടുവരാറുണ്ട്. എന്തെന്നറിയോ? 2 തിന്മകൾ വന്നാൽ ചെറുതിനെ എടുത്തിട്ട് വലുത് ചെയ്യാണ്ടിരിക്കാൻ. മുനാഫിക്കുകളെ കൊല്ലുക എന്നുള്ളത് ഫിത്നയാണ്. എന്താ ഫിത്ന? യഹൂദികളും നസാറാക്കളും പറയും മുഹമ്മദിൻ്റെ ആൾക്കാരെ കൊല്ലുന്നു. കൊല്ലാതെ വിട്ടാലും ഫിത്നയാണ്. മുഅ്മിനീങ്ങൾക്കിടയിൽ ഫിത്ന ഉണ്ടാക്കും, കുഴപ്പമുണ്ടാക്കും. 2ഉം ഫിത്നയാണ്. കൊന്നാലും ഫിത്ന, കൊല്ലാണ്ടിരുന്നാലും ഫിത്ന. 2 ഫിത്നയിൽ ഏത് ഫിത്ന വലുത്? കൊല്ലുക എന്ന ഫിത്ന വലുത്. കാരണം കൊന്നാൽ ബാക്കിയുള്ള ആരും ഇസ്ലാമിലേക്ക് വരില്ല. മുഹമ്മദ് ഇസ്ലാമിലേക്ക് ആരും പോകണ്ട, മുഹമ്മദിൻ്റെ ആൾക്കാരെ തന്നെ കൊല്ലുന്നുണ്ടെന്ന് പറയും. അതുകൊണ്ട് വലിയ ഫിത്നെ ഒഴിവാക്കിയിട്ട് ചെറിയ ഫിത്നെ കൊല്ലാതെ വിട്ടു. അത് ഫിത്നയാണ്. കൊല്ലാണ്ട് വിടലും ഫിത്നയാണ്. മുനാഫിക്കുകളെ വെറുതെ വിടലും ഫിത്നയാണ്. പക്ഷെ അത് റസൂൽ ചെയ്തു, ചെറിയ ഫിത്ന ചെയ്തു. എന്തിന്? വലിയ ഫിത്ന ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബാക്കൾക്കിടയിൽ ഐക്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വളരെയധികം പരിശ്രമിച്ചിരുന്നു. ഒരുപാട് ഹദീസുകൾ അതിന് തെളിവാണ്. വുലാത്തുൽ ഉമൂറിനെ ഭരണാധികാരി അനുസരിക്കാൻ പറഞ്ഞ ഹദീസുകൾ, ഒരേ അഖീദയിലും മനഹജിലും കൊണ്ടുപോകാൻ പറഞ്ഞ ഹദീസുകൾ ഇഷ്ടം പോലെയാണ്. ചെറിയ പ്രശ്നങ്ങൾക്ക് വരെ റസൂൽ ഇടപെടുകയും ഒന്നിപ്പിച്ചു കൊണ്ടുപോവുകയും ചെയ്യുമായിരുന്നു. ഈ അസര് നമുക്കുള്ളതാണ്. സലഫി, ഈ ഞാൻ പറഞ്ഞ ഈ 4 വിധേയകളുണ്ടല്ലോ, അവരല്ലാത്ത മറ്റുള്ളവർ ഐക്യപ്പെടേണ്ട, ഒരുമിക്കേണ്ട കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. ചെറിയ ചെറിയ മസലൻ്റെ പേരിൽ 2-3 ടീമാകേണ്ടവരല്ല, മറിച്ച് അസിലിൽ ഒന്നിക്കേണ്ടവരാണ്. മറ്റു വിഷയത്തിൽ പിന്നെ അഭിപ്രായം ഉണ്ടാവും. അതുകൊണ്ട് ഓരോരുത്തരും പ്രവർത്തിക്കുന്ന പ്രവർത്തനമായി മുന്നോട്ട് പോകണം. അതോടൊപ്പം തന്നെ ഈ ഭിന്നിപ്പിനെ ഞാൻ പൊതുവെ പറയാറുണ്ട്, എതിരാളിയായാലും ശത്രു ആകരുത്. അങ്ങോട്ടും ഇങ്ങോട്ടും എതിർപ്പ്, ഓക്കെ, അത് ശരിയല്ല ഇത് ശരിയല്ല എന്ന് പറയാം. രണ്ട് ശത്രുവായിട്ട്. അപ്പോൾ ഈ വിധേയികൾക്ക് സന്തോഷമാവും, ശൈത്താന്മാർക്ക് സന്തോഷമാവും. എന്താണ്? സലഫികളുടെ ദഅവത്ത് നിർത്തി, ഇപ്പം അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടിയിലാണെന്ന് പറയും. ഈ 3 അസലുകൾ പഠിപ്പിക്കുന്ന ഒറ്റ ഹദീസ് ഉണ്ട്. അറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 23 വർഷക്കാലം ദഅവത്ത് ചെയ്ത ഈ 3 അസലിലേക്ക്, ഈ 3 അസലിനെ പറയുന്ന ഒറ്റ ഹദീസ്.
അൽ ഇർബാദ് ഇബ്നു സാരിയ റളിയല്ലാഹു തആല ഉദ്ധരിക്കുന്ന ഹദീസ്, വഅലന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൗഇലതൻ ബലീഗ ദറഫത് മിൻഹൽ ഉയൂൻ വവജിലത് മിൻഹൽ ഖുലൂബ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഫജ്ർ നിസ്കാരത്തിന് ശേഷം നമുക്ക് നസീഹത്ത് തന്നു. ആ നസീഹത്തിൽ കേട്ടിട്ട് കണ്ണിൽ നിന്നും ധാരധാരയായി കണ്ണുനീർ ഒഴുകി, ഹൃദയം പേടിച്ച് വിറച്ചുപോയി. സാരസമ്പൂർണമായ വാള്, മൗഇലതൻ ബലീഗ. അവൾ കൂട്ടത്തിൽ ഒരു സഹാബി ചോദിച്ചു, കഅന്നഹ മൗഇലതു മുവദ്ദിഇൻ ഫഔസിന. പ്രവാചകരെ, ഇതൊരു വിടവാങ്ങുന്ന ആളുടെ സംസാരം പോലെ ഉണ്ടല്ല, എന്തെങ്കിലും വസിയത്ത് പറയാനുണ്ടോ? അപ്പോൾ റസൂല പറഞ്ഞത് 3 വസിയത്ത്. 23 വർഷക്കാലം റസൂല പറഞ്ഞ ഈ 3 വസിയത്ത്. ഇത്തഖുല്ലാഹ, ഉസീക്കും ബിതഖ്വല്ലാഹ്. അതാണ് തൗഹീദ്. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ, നിരോധനങ്ങൾ, നിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ ഞങ്ങൾക്ക് തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. രണ്ടാമത്തേത് വസ്സംഇ വത്താഅ, ഉലാത്തുൽ ഉമൂറിനെ അനുസരിക്കണം. മൂന്നാമത്തേത് ഫഇന്നഹു മൻ യഇശ് മിൻകും ഫസയറ ഇഖ്തിലാഫൻ കസീറ ഫഅലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയ്യീന മിൻ ബഅദി വഅദ്ദു അലൈഹാ ബിന്നവാജിദ് വഇയ്യാകും വമുഹ്ദസാത്തിൽ ഉമൂർ. ബിദഅത്തിനെ സൂക്ഷിക്കണം. അപ്പോൾ തൗഹീദ്, അതുപോലെ തന്നെ ബിദഅത്തിനെ സൂക്ഷിക്കണം, ഐക്യപ്പെടണം. ഈ 3 കാര്യങ്ങളിലേക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ 23 വർഷം ദഅവത്ത് ചെയ്തത്. ഈ 3 അസലിലേക്കാണ്. റസൂലുള്ളാഹിനെ ഫോളോ ചെയ്യുന്ന സലഫികൾക്കും ദഅവത്ത് ചെയ്യാനുള്ളത് ഈ 3 അസലിലേക്കാണ്. അതാണ് ആദ്യം പറയാനുള്ളത്. വിശദമായി പറയേണ്ട, വലിയൊരു വൺ ഡേ ക്യാമ്പ് നടത്തി നടക്കേണ്ട, വിശദമായി തെളിവുകൾ ഉദ്ധരിച്ച് പറയേണ്ട ഒരു വിഷയമാണ് ഈ 3 അസ്ലുകൾ. പണ്ഡിതന്മാർ സെപ്പറേറ്റ് എഴുതിയിട്ടുണ്ട്. വിഷയങ്ങൾ പണ്ഡിതന്മാർ വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ 3 അസ്ലിലേക്ക് ദഅവത്ത് ചെയ്യുന്ന ദായിമാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് നമുക്ക് പറയേണ്ടത്. ഇത് ഇൻഷാ അല്ലാഹ് മറ്റൊരു ദിവസം നമുക്ക് മറ്റൊരു അവസരത്തിൽ സംസാരിക്കാം. ഈ 3 അസ്ലിലേക്ക് ദഅവത്ത് ചെയ്യുമ്പോൾ ആ ദഅവത്ത് ചെയ്യുന്ന സലഫികളായ നമ്മൾ ദായിമാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമുക്കുണ്ടാകേണ്ട ഗുണങ്ങൾ എന്തൊക്കെ, എങ്ങനെയാണ് ദഅവത്ത് ചെയ്യേണ്ടത്, ഏത് രീതിയിലാണ് ദഅവത്ത് ചെയ്യേണ്ടത്, ദഅവത്തിൽ മുന്തിക്കേണ്ടത് എന്താണ്, മദ്ഊവിനെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ദഅവത്ത് ചെയ്യുന്ന ആളുടെ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് പോലുള്ള കാര്യങ്ങളാണ് അടിസ്ഥാനപരമായി നമുക്ക് ഈ വിഷയത്തിൽ പഠിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹ് മറ്റൊരു അവസരത്തിൽ നമുക്ക് ഇത് പഠിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കത് നല്ല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, നിങ്ങൾക്കുള്ളൊരു നസീഹത്ത് എന്ന രീതിയിൽ ദഅവത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിലുള്ള ഒരു നസീഹത്താണ് ഈ സംസാരം കൊണ്ട് ഉദ്ദേശിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാനും കേട്ടതിലും പറഞ്ഞതിലും ഉപരി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമുക്കെല്ലാവർക്കും നല്ല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഹാദാ വല്ലാഹു അഅലം വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.